ഹലോ ജെൻസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നാളെ ഒന്ന് ട്രിവാൻഡ്രം വരെ പോയാലോ എന്നിങ്ങനെ ഒന്ന് പ്ലാൻ ഇടുമായിരുന്നു. ബേസിക്കലി പോകുന്നതിന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല. ഒത്തിരി നാളായി ഒന്ന് ചില്ലടിക്കാൻ വേണ്ടി പോയിട്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഫോർ എ റീസണിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. അല്ലാണ്ട് ചുമ്മാ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് കറങ്ങാനായിട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ള സിവിൽ 360 അക്കാഡമി, ഞാനതിനെപ്പറ്റി ഓൾറെഡി കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, അതായത് എന്തുകൊണ്ടാണ് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കുറച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം സിവിൽ 360 IAS അക്കാഡമിയിലേക്ക് ഒന്ന് സർപ്രൈസ് ആയിട്ടൊന്ന് കയറി ചെല്ലണം. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അന്ന് എൻ്റെ കൂട്ടത്തിൽ പ്രിപ്പയർ ചെയ്ത ഫ്രണ്ട്സ് ഈ പ്രാവശ്യത്തെ റിസൾട്ടിനകത്ത് റാങ്ക് ഹോൾഡേഴ്സാണ്. IAS IPS പോസ്റ്റിങ്ങിലേക്കൊക്കെ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സർപ്രൈസ് ആയിട്ട് ചെന്ന് കണ്ട് കൺഗ്രാജുലേഷൻസ് അപ്രീഷിയേറ്റ് ചെയ്യണം, വിഷ് ചെയ്യണം. ആൻഡ് പിന്നെ രാഹുലായിട്ടും സൗരവായിട്ടും അതൊരു കൂടെ ഉള്ളൊരു കറക്കം, ജസ്റ്റ് ഒരു കുറച്ച് ഷോപ്പിംഗ്. അയ്യോ ഡോൾബി ഇവിടെ നിന്ന് കൊടയിന്ന് ഡാ. അപ്പം സർപ്രൈസ് ആയിട്ട്, ഡോൾബി മീൻസ് ഇവിടുത്തെ ഡോഗാണ് കേട്ടോ. അപ്പം അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ഫുഡൊക്കെ കഴിക്കണം. എസ്പെഷ്യലി ബാർബിക്യൂ സ്പേസിലെ മന്തി കഴിച്ചിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഒരു റിലാക്സ് ഡേ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എസ്പെഷ്യലി സിവിൽ 360 എല്ലാവർക്കും ഒന്ന് സർപ്രൈസ് കൊടുക്കുക. പിന്നെ ഒരു വലിയ കാര്യം, സൗരവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യാനും പറ്റിയില്ല, അവനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താനും പറ്റിയില്ല. നമ്മൾ രണ്ടും പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷെ രണ്ടും ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ കൃഷ്ണ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് അവന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റും കൂടെ നമുക്ക് അവന് കൊണ്ടേ കൊടുത്ത് അവനെ സർപ്രൈസ് ആവണം. അതെങ്ങനെയാവും, അത് പണിത് തീരുമ്പോഴെന്ന് എനിക്കറിയില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റെഫറൻസ് ഒക്കെ ആൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാൻ. സോ വെൽക്കം ബാക്ക് ടു എറ്റനദർ എപ്പിസോഡ് ഓഫ് ദേവിയെ ഹാൻഡിൽഡ് ബൈ ദേവി പ്രസീത. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ? അപ്പോൾ നാളെ രാവിലെയാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു ഉറക്കപ്പിച്ചിൽ എനിക്ക് ഇൻട്രോ എടുക്കലും നടക്കത്തില്ല, അതുകൊണ്ട് ഇപ്പോഴേ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി രാവിലത്തെ ഷോട്ടിൽ കാണാം. രാവിലെ ഒരു 9:45 ഞാൻ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. പണ്ടായാലും ഇപ്പോഴായാലും ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിനൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ്സോ. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്തൊരു ട്രാവൽ ആയതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് UR ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ബോഗി തപ്പിയെടുക്കാനായിട്ട് രാഹുൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. സൗരവിന് കൊണ്ടുവന്ന ഗിഫ്റ്റ് താഴത്ത് വെച്ച് നല്ല ഉന്തും തള്ളുമായിരിക്കുമല്ലോ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. അതുകൊണ്ട് താഴത്ത് വെച്ച് കംപ്ലൈന്റ് ആക്കണ്ട എന്നുള്ളത് കൊണ്ട് ഏറ്റവും മുകളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജാൻസ്, രാഹുലേട്ടൻ എത്തിയിട്ടുണ്ട്, പക്ഷെ കണ്ണിന് വയ്യ, അതുകൊണ്ട് അധികം വീഡിയോയില് ഇൻവോൾവ് ചെയ്യത്തില്ലെന്നാ പറഞ്ഞത്. കണ്ണ് 2 ദിവസം കൊണ്ട് വയ്യ, ഓയിൻമെന്റ് ടോപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷെ 2 ദിവസം കൊണ്ട് കുറഞ്ഞില്ല. പൊടി അടിച്ചെന്നാ തോന്നുന്നു. എന്തോ കാണിച്ചേ? ഇത് കൃഷ്ണയ്ക്കുള്ള മരുന്ന്. കൃഷ്ണയ്ക്കുള്ള മരുന്ന് കാണിക്കേ. കണ്ടോ, കൃഷ്ണയ്ക്കുള്ള മരുന്ന്. ഇതെന്ത് പിടിക്കുന്ന എന്തിനാ? എന്തിനാ? എന്ത് മരുന്ന്? മുഖക്കുരു. ആ, മൂക്കുരിനുള്ള മരുന്ന് കൃഷ്ണയ്ക്കുള്ളതാ. ഇതിലൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല ഇതിനകത്ത്. ഗുളികതായിരിക്കുന്ന വേറെ ഒന്നുമില്ല, ഗുളിക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ശരി ചേട്ടാ, നമ്മളുടെ ഒരു വീഡിയോ 1,60,60 സംതിങ് ആയി. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പൊ ചെലവുണ്ടായിരുന്നു, ചെലവും കൂടെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടുണ്ട്. നമ്മൾ ആദ്യമേ നേരെ സിവിൽ 360യിലേക്കാണ് പോകുന്നത്. അല്ല, ആദ്യമേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും, എന്നിട്ട് നമ്മൾ നേരെ സിവിൽ 360യിലേക്ക് പോകും. നമുക്ക് സൗരവിനെ വിളിച്ചു വരുത്തി നമുക്ക് അവന്റെ ഗിഫ്റ്റ് നമുക്ക് കൈമാറും. ഓക്കെ, അതിന് പിന്നെ കൃഷ്ണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് കാണണം. കൃഷ്ണനെ മാത്രമല്ല, 2 പേരും ഉണ്ടാക്കിയതാണ്. എന്നാലും കൂടുതൽ അവളാ തലയിൽ കൊണ്ടുവയ്ക്കാനാണ്. ഞാൻ നോക്കട്ടെ, എങ്ങനെയാണോ നോക്കിട്ട് ഞാൻ പറയാം. ലിമിറ്റഡ് ടൈമേ കിട്ടിയുള്ളായിരുന്നു. ഇന്നലെ രാത്രിയാ സത്യം പറഞ്ഞ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. സമയം കിട്ടിയ, അതുകൊണ്ട് ഇത് ഉണങ്ങിയില്ലായിരുന്നു. അതുകൊണ്ട് ഹെയർ ഡ്രയർ അടിച്ചാണ് അത് ഉണക്കിയത്. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കി നോക്കിട്ട് അഭിപ്രായം പറയാം. ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാപ്പിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നോക്കാം, അത് ഞാനല്ലേ പറയാനുള്ള. നോക്കാം നമുക്ക് പതിയെ. എന്തായാലും കൊള്ളാന്ന് പറയില്ലെങ്കിൽ എന്നെ കൊല്ലും. വാവ്, കൊള്ളാം. സത്യം പറ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ആണോ? പക്ഷെ എന്തൊക്കെ ഒരു അപാകതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതില്. ആണല്ലേ? ഒരു എസ്തെറ്റിക് വിന്റേജ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പണിത് വന്നപ്പോഴത്തേക്ക് ആയി പോയി. പക്ഷെ ഇത് അല്ല, അങ്ങനെ തോന്നിക്കോ? ഇല്ല, തോന്നിക്കത്തില്ല. ഇത് നമ്മളൊരു പഴയ ഒരു ബാക്ക് വശം കാണിക്കല്ലേ. ബാക്ക് വശം ഇത്തിരി അലമ്പാണേ. പഴയ ഒരു ഓൾഡ് ലുക്ക് തോന്നിക്കും നമുക്ക്. വീട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളല്ലേ, ഫോണിൽ കൂടെ ദൂരത്ത് കാണുമ്പോ കൊള്ളാം, നേരിട്ട് കാണുമ്പോ വലിയ ഭംഗിയില്ലെന്ന്. കൊള്ളാം, അവനെ കാണാൻ കൊള്ളാം, ഫോട്ടോ കൊള്ളാം. പക്ഷെ എന്തൊക്കെ ചെറിയ അവിടെ എവിടുന്ന് സമയം കിട്ടാതെ ചെയ്തതിന്റെ ആ ഒരു ഇത് കാണാനുണ്ട്. നമ്മള് സ്വന്തമായി കൈ കൊണ്ട് ചെയ്തതുകൊണ്ട് മൂല്യമുള്ള സാധനമാണ്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടും. ഫോട്ടോ ഒക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. അപ്പൊ ഇത് കൃഷ്ണ നിനക്ക് വേണ്ടി തരാൻ പറഞ്ഞ് ഇന്നലെ രാത്രി ഉറക്കം ഉളച്ചിരുന്ന് ഉണ്ടാക്കിയ നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അവർക്ക് ഇത് നേരിട്ട് വന്ന് തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പനിയുണ്ടായിരുന്നു.
ചേട്ടൻ ഇരിക്കുന്നുണ്ടോ? ഭയങ്കര പനിയായിട്ടാണ് കൃഷ്ണ വരാഞ്ഞത്. അപ്പൊ നമുക്ക് അവനെ വിളിച്ചു വെച്ചേക്കുന്നുണ്ട് സൈഡിലൊക്കെ. അത് മറ്റേ കാർബോർഡ് ഇല്ലേ, നമ്മളെ റിംഗ് ലൈറ്റും ട്രൈപോഡും വന്ന കാർബോർഡ് വെട്ടി ഒട്ടിച്ചിട്ട് അതിന്റെ മേളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് എന്നിട്ട് പെയിന്റ് അടിച്ചെടുത്തതാണ്. എവിടെയെങ്കിലും കണ്ടിട്ട് ആ ഒരു ഐഡിയ ചെയ്താണ് സ്വന്തമായിട്ടുള്ള ഐഡിയ? ഓൾറെഡി ഒരു റെഫറൻസ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ല നമ്മൾ ചെയ്യാൻ നോക്കിയത്. അതായിരുന്നു ചെയ്തിരുന്നത് കുറച്ചും കൂടെ ഒത്തേനു. ചെയ്ത് വന്നപ്പോ നമ്മുടെ ഇനി ഇത് പിൻട്രസ്റ്റിൽ പറഞ്ഞു. ഇത് കണ്ടിട്ട് എന്തോന്നും പറഞ്ഞു, ഒരു കുഞ്ഞു പൂ ഉണ്ട് കേട്ടോ. ഇത് പണിത് വെച്ചാണ് കേട്ടോ, ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ, ക്ലേ കൊണ്ട് പണിത് വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൊള്ളാമാ. പക്ഷെ ഒരു ദൂരത്ത് നിന്നൊക്കെ നോക്കുമ്പോ ഒരു വിന്റേജ് നമ്മള് വീട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് വരും. പഴയ അവനെന്തായാലും ഇഷ്ടപ്പെടും. കൃഷ്ണ പറഞ്ഞിരുന്നു അവന് ഹാൻഡ് മെയ്ഡ് സ്റ്റഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിട്ട് പിടിക്കുന്ന എന്തിനാ? ഇതിലൊന്നുമില്ല ചാൻസ്, വെറും ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. കൃഷ്ണ വിളിച്ച് കുറച്ച് മുഖക്കുരുവിന്റെ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഫാർമസിന്ന് കുറച്ച് മരുന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ വേറെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒളിപ്പിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. ടാബ്ലറ്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്, അവിടെ വേണ്ടി കൊടുത്താൽ പോരി. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കും കാണിച്ചെന്താ കണ്ടല്ലോ. ബാബാ പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമ്പോ സമയമായി 10:30 ആകുമ്പോഴത്തേക്ക് സിവിൽ 360 എത്തണം. ഓക്കെ കമോൺ, ഇത് ഞാൻ പിടിക്കാം. നമ്മളിനി അടുത്ത ആര്യാസിലേക്ക് മസാല ദോശ കഴിക്കാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തായിരുന്നു. ഇല്ല, ഇപ്പൊ ഇവിടെ 650 രൂപ കൊടുത്ത് പിടിച്ചു വെക്ക്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ട്, എല്ലാം മുൻകൂട്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഫൈൻ കിട്ടിയതുകൊണ്ട് ഞാൻ മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടോ ഫൈൻ? 500 രൂപ, 500 rupees. എന്താണേലും വന്നതല്ലേ, നമുക്ക് ഗണപതി കോവിൽ ഒരു തേങ്ങയും കൂടെ അടിച്ചിട്ട് പോവാം. ഓക്കെ, എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ഇത് വിളിക്കും. ആര്യാസ് റെസ്റ്റോറൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളേ. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ പന്തലിലുള്ള അത്ര ആൾക്കാരോട് ഉണ്ട്. നമ്മൾ ഓരോ ചെയേഴ്സിന്റെ പുറകെ പോയി വെയിറ്റ് ചെയ്ത് നിന്നെങ്കിൽ നമുക്ക് ഇരിക്കാൻ ചെയർ കിട്ടത്തുള്ളൂ. എന്തോ പറയുന്നത്? മസാല ദോശ ഒരെണ്ണം മതി കേട്ടോ, എനിക്ക് വേണ്ട. കഴിച്ചിട്ടാ കാപ്പി കുടിച്ചിട്ടാവുന്നത് ദോശ. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് പറയാം. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി എല്ലാവരും വരുന്ന ഇങ്ങോട്ടോ ഫുഡ് കൊണ്ടുവന്നു. ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ. എൻ്റെ ബോഡിക്ക് തണുപ്പ് അങ്ങനെ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്ത ടൈമിൽ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്യൂസിനകത്ത് അങ്ങനെ ഐസ് അധികം ഇടണ്ടാന്ന്. പക്ഷെ കൊണ്ടുവന്ന ജ്യൂസിനകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഐസ് നമ്മൾ രണ്ടാമത് പിറക്കി മാറ്റിയിട്ട് കുടിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ഇവിടുന്ന് പ്രീപെയ്ഡ് ഓട്ടോ പിടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഭയങ്കര ബില്ലാവും. ഇതാകുമ്പോൾ അവർ കറക്റ്റ് മീറ്റർ ചാർജേ മേടിക്കത്തുള്ളൂ. ഇവിടെ ബസ് സ്റ്റാൻഡ് അങ്ങോട്ടല്ലായിരുന്നോ? ടിക്കറ്റ് എടുത്ത് കയറുന്നല്ലേ, അപ്പം ടിക്കറ്റ് എടുത്തിട്ട് അതാകുമ്പോൾ 2 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് കറക്റ്റ് മീറ്റർ ചാർജ് നമുക്ക് ആവത്തുള്ളൂ. അല്ലാതെ പോണേ 120 രൂപ സംതിങ് മേടിക്കും. സത്യത്തിൽ 40 രൂപയുടെ ഓട്ടോവേ ഉള്ളൂ അങ്ങോട്ട്. അവിടെ പോയി എടുക്കാം. ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് ഞാനൊരു ഫ്രീ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഡയറക്റ്റ് ചെന്ന് ഒരു ഓട്ടോയിൽ കയറി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈ ചാർജ് ആവും. നമ്മൾ അവിടുത്തുകാരെല്ലാം അവർക്ക് തോന്നിയാൽ ഇത്തിരി കൂടെ പൈസ കൂട്ടി പറയേണ്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2 രൂപ അല്ലെങ്കിൽ 3 രൂപ മുടക്കി ഇത് കണക്കത്ത് ഒരു പ്രീപെയ്ഡ് ഓട്ടോ പിടിക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു എമൗണ്ട് വരും. ആ എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. 1 രൂപ പോലും എക്സ്ട്രാ പേ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ആയിരുന്നു ഞാനൊരു 1.5-2 വർഷക്കാലം സിവിൽ 360 IAS അക്കാഡമി. അയ്യോ, അക്കാഡമി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ലൈഫിൽ ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു അക്കാഡമി. എൻ്റെ സർപ്രൈസ് എൻട്രി അവിടെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ അക്കാഡമിയുടെ ഫൗണ്ടറായ ബാസി സാർ കാർ നമ്മളുടെ പാർക്കിങ്ങിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നെ ക്ലാസ്സിൽ കൂടെ കണ്ടു. അതുകൊണ്ട് എനിക്ക് സർപ്രൈസ് റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. കുറെ കാലമല്ലേ കണ്ടിട്ടല്ലേ? ഒരു വർഷത്തിന് ശേഷമുള്ള കാഴ്ചയാണ്. അതെ, എന്താണ് സാർ എന്നെ പറ്റി പറയാനായിട്ടുള്ളത്? പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വന്നിട്ടുള്ള ആക്ച്വലി സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണ് വന്നതെന്ന് പറഞ്ഞിട്ട് ബ്ലോഗർ ആവാൻ വേണ്ടി വന്ന ആളാണ് ജയപ്രസീത എന്നുള്ളതാണ്. ക്ലാസ്സിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ വന്ന് ചോദിച്ചിരുന്നു, വെച്ചപ്പോ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലാണ്, ആരെങ്കിലും യൂട്യൂബർമാരോ ഇൻഫ്ലുവൻസേഴ്സോ ഉണ്ടോ വെച്ചപ്പോ ദേവപ്രസീതിയാണ്. അതെ അതെ അതെ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, അന്നത്തെ ഒരു ഇൻട്രോ വീഡിയോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രോ എന്തെങ്കിലും ഉണ്ടെ പറയാൻ പറഞ്ഞു. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദേവപ്രസീത വ്ലോഗ്സ്. അതെനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തുന്നതിന് മുന്നേ 60 സബ്സ്ക്രൈബേഴ്സ്. ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അതുപോലെ എനിക്ക് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ തന്നോണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഹോംലി ഫീൽ ആയിരുന്നു. ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക. എന്റെ താല്പര്യം ഇതാണെന്ന് മനസ്സിലാക്കി എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചു, നീ സത്യത്തിൽ സിവിൽ സർവീസ് പഠിക്കാൻ? അല്ല, വരുമ്പോ തന്നെ നമുക്ക് ആദ്യം കാര്യങ്ങൾ മനസ്സിലായി. കാരണം നിന്റെ ആഗ്രഹങ്ങളും നീ എപ്പോഴും
സംസാരിക്കുന്നതും ഇപ്പൊ വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിക്കാന്ന് പറഞ്ഞ പിള്ളേർക്ക് അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നീ വ്ലോഗ് എടുത്ത് ഏതെങ്കിലും വഴി കൂടെ നടക്കുന്ന കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം എവിടെ പോയാലും കനകുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നീ വ്ലോഗായിട്ട് നിൽക്കുന്നുണ്ടാവും. മറ്റേ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ വ്ലോഗുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി നിനക്ക് എന്തായാലും സിവിൽ സർവീസ് അല്ല, നിന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന വ്ലോഗിംഗ് ആണ്. അപ്പം അതാണ് നിന്നെ വിളിച്ചു ചോദിച്ചത്, വെറുതെ എന്താണ് നിന്റെ ഉദ്ദേശം, സിവിൽ സർവീസ് ആണോ വ്ലോഗിംഗ് ആണോ? വ്ലോഗിംഗ് ആണെങ്കിൽ വ്ലോഗിംഗിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതെനിക്ക് പറഞ്ഞു തന്ന് എന്റെ പാഷൻ എന്താണോ അത് മനസ്സിലാക്കി അതിന് എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുമായിരുന്നു. അല്ലാണ്ട് ഇവിടെ പഠിക്കുക മാത്രം ചെയ്യണം അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രിക്ട് മെന്റാലിറ്റിയിലല്ല എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. ഒരു ബ്രദർ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലത്തെ ഒരു രീതിയിലാണ് എന്റെ അടുത്തും എല്ലാ ഫാക്കൽറ്റീസും അപ്രോച്ച് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ വന്ന സമയത്ത് നമ്മുടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ് തന്നെ ഫോറസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ സമയത്ത് കയറുമായിരുന്നു. ഭയങ്കര ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വന്ന് നല്ലൊരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ എന്റെ അച്ഛൻ എന്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞായിരുന്നു, കറക്റ്റ് സ്ഥലത്താണ് നീ എത്തിച്ചേർന്നിരിക്കുന്നത്, കറക്റ്റ് അക്കാഡമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന സാറ് തന്നെ. അപ്പൊ അച്ഛൻ പറയുന്നത്, പഠിപ്പിക്കുന്ന സാറൊക്കെ IAS IPS IFS ഒക്കെ ആയിട്ട് പോവാ, അപ്പൊ നിങ്ങളിനി ആര് പഠിപ്പിക്കും? അപ്പൊ ഞാൻ ഇതേളൊക്കെ പറഞ്ഞ്, ഇത് മാത്രല്ല ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മുടെ സിവിൽ 360 അക്കാഡമിയുടെ കീഴില്. അപ്പൊ വീട്ടുകാർ ഞാനിവിടെ പഠിച്ചോണ്ടിരിക്കുന്നു. അല്ല, വീട്ടുകാർ വെച്ചാലും മറ്റേ ഇടയ്ക്ക് അച്ഛൻ എന്തോ വന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കാല്ലോ, വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പഠിത്തം ഉണ്ട്, പിന്നെ അവൾക്ക് വ്ളോഗിംഗ് ഒക്കെ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പൊ പക്ഷെ സാർ അവൾ അത് വിടരുത്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പുഷ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, നിന്റെ ആഗ്രഹം അതാണ്, നിന്റെ പാഷൻ അതാണ്. പക്ഷെ എന്റെ പാഷൻ ഞാൻ ഇന്ന് റിയലൈസ് ചെയ്ത് ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി, അത് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഒത്തിരി സ്റ്റുഡൻസ് ഞാൻ ഇവിടുന്ന് പഠിച്ച് ഞാൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് കോണ്ടാക്ട്സ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ആ പാഷൻ തന്നെ പോയി പ്രിലിംസ് ക്ലിയർ ചെയ്തവരുണ്ട്. ഈ റീസെന്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ റിസൾട്ട് വന്ന ടൈമിൽ സാറ് അന്ന് നമ്മളോട് ഉണ്ടായിരുന്ന പിള്ളേരെ പറ്റി സാറ് സ്റ്റാറ്റസ് ഇട്ടത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീട്ടുകാരെയും കൊണ്ട് കാണിച്ച് നമ്മുടെ അക്കാഡമി പഠിച്ച പിള്ളേർ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഭയങ്കര ഒരു സന്തോഷം നമ്മളുടെ അക്കാഡമി ആ ഒരു സ്റ്റേജിലേക്ക്, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഒരു ഗ്രോത്ത് നമുക്ക് എത്താൻ പറ്റിയത്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക, നമുക്കിപ്പം സിവിൽ സർവീസിന് പഠിക്കാൻ വരുന്ന ഇവിടുന്ന് നമ്മൾ സിവിൽ സർവീസിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ വന്ന പഠിച്ച കുട്ടികൾ, നമ്മൾ ഈ വർഷമാണെങ്കിലും PCME എന്നുള്ള കുട്ടികൾ നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷം. ഇവര് ഇവിടെ വന്ന് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്ന് അവർക്ക് അറ്റൻഷൻ കൊടുത്ത് നമ്മൾ അവരിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അവർ റാങ്കിലേക്ക് കയറുമ്പം നമുക്കൊരു അച്ചീവ്മെന്റ് പോലെയുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ സന്തോഷമാണ് ഇപ്പൊ സിവിൽ സർവീസ് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇപ്പം പഠിക്കുന്ന പലവരും കുറച്ച് കഴിയുമ്പോൾ എല്ലാ ഫീൽഡിലേക്കും, സിവിൽ സർവീസ് അറിയാലോ, ഒരു വളരെ കോമ്പറ്റേറ്റീവ് ആയുള്ള ഒരു ഫീൽഡാണ്. ഇപ്പം നീ ഇന്ന് വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് ഞാൻ ഫുൾ ബ്ലോഗിങ്ങിലേക്ക് ഇറങ്ങി, അച്ഛനോട് സമ്മതിച്ചു, ഇനിയിപ്പം വേറൊന്നുമില്ല, ഞാൻ എന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് ആ പാഷൻ ഇതാണ്. ഇപ്പൊ അച്ഛൻ റീസെന്റ് ആയിട്ട് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ അത് വളരെ സന്തോഷം തോന്നി. ആക്ച്വലി അതും ഒരു ഭയങ്കര, ഇപ്പൊ ഒരു കുട്ടി സിവിൽ സർവീസ് കിട്ടുന്ന പോലെ തന്നെയാണ് ആ കുട്ടി വേറൊരു കുട്ടിയുടെ പാഷനിലേക്ക് എത്താൻ പറ്റുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആസ് എ ടീച്ചർ അല്ലെങ്കിൽ അവരെ കണ്ടു, അവരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയപ്പം അവരതിലേക്ക് എത്താന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം ഇവിടുന്ന് ഒരു ടോപ്പർ ആവുന്ന അതേ സന്തോഷമാണ് നീ ഒരു ബ്ലോഗിങ്ങിലേക്ക് കംപ്ലീറ്റ് തിരിയാൻ പറ്റിയെന്നുള്ളത്. അതിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ 3-4 ഇപ്പം അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ദേവപ്രസാദിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. കാരണം വളരെ ഡിസിപ്ലിൻഡ് ആയുള്ള ആളാണ്. അത് നിനക്ക് വേണ്ട കാര്യത്തിൽ നീ വളരെ ഡിസിപ്ലിൻഡ് ആയ ആളാണ്. പക്ഷെ നിന്റെ പാഷൻ, എന്നെ ഞാനിവിടെ വന്ന സമയത്ത് ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ ക്ലാസ് രാവിലെ 6:30 തുടങ്ങി. ഞാൻ ഉറങ്ങിപ്പോ എന്നെ സാറ് ഒരു അക്കാഡമിയിലും കാണത്തില്ല ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് പിള്ളേർക്കല്ലേ. എന്നെ 6 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചു, ദേവി എവിടെ പറഞ്ഞോ? ഞാൻ പറഞ്ഞ് ഉറങ്ങാണോ? അല്ലല്ല, എഴുന്നേറ്റ്, നീ കള്ളം പറയുമല്ലേ, പോയി ക്ലാസ്സിൽ കയറി. നമ്മൾ ഉറക്കത്തിന്ന് വരെ വിളിച്ചെഴുന്നേപ്പിച്ചു. അഥവാ ഒരു ദിവസം ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ ഉറക്കത്തിന്ന് വരെ നമ്മൾ വിളിച്ചെഴുന്നേപ്പിച്ച് നമ്മളെ ക്ലാസ്സിൽ കയറ്റും. ടോക്സിക് അല്ല, അങ്ങനത്തെ ഒരു കെയർ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്റെ വേറെ ഫ്രണ്ട്സ് വേറെ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞു ഒരു ക്ലാസ്സിൽ 200-300 പിള്ളേരാ. ഇന്ന് ഒരു ക്ലാസ്സിൽ ഇരുന്ന നാളെ വേറൊരു ക്ലാസ്സിലായിരിക്കും പോയിരിക്കുന്നത്. ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കത്തില്ല അവിടെ കിട്ടുന്നത്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടത്തില്ല. ആൾക്കാർക്ക് സാറുമാർക്ക് പിള്ളേരെ പേര് പോലും കറക്റ്റ് ആയിട്ട് ഓർമ്മ അറിയത്തുണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതല്ല. നമുക്കിപ്പോ അതെനിക്ക് അന്ന് വിളിക്കാൻ കാരണം ഇവള് ക്ലാസ്സിൽ കയറുന്നില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ഞാൻ എന്താണ് ക്ലാസ്സിൽ കയറാത്ത? രാവിലെ എണീക്കാൻ പറ്റില്ല സാർ, അപ്പൊ എന്ത് ചെയ്യണം? എന്നെ ആരെങ്കിലും വിളിച്ചെണീപ്പിച്ച ഞാൻ വന്നോളാം സാർ. ഞാൻ പറഞ്ഞു ഓക്കെ, വിളിച്ചെണീപ്പിക്കാം, 6:30 വിളിച്ചിട്ട് ക്ലാസ്സിൽ
അങ്ങനെ ചെയ്താണ്. അപ്പം ഇതാണ് മീൻസ് നിന്റെ കാര്യത്തിൽ ആ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞ ഞാൻ ഇതാണ്. കാരണം വളരെ ഡിസിപ്ലിൻഡ് ആണ്. ആ 365 ദിവസത്തിന് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും വീഡിയോ ഇട്ടു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഷൂട്ട് ചെയ്യണം, അതിന്റെ കണ്ടന്റ് കണ്ടെത്തണം, ഓരോ ദിവസവും എഡിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ മൂഡിനനുസരിച്ച് പോവാണെങ്കിൽ ഇന്ന് മൂഡില്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വേണേൽ സ്കിപ്പ് ചെയ്ത് പോവാം. പക്ഷെ അതല്ല, അത് വ്യൂസ് അധികം കയറുന്നുണ്ടായിരുന്നില്ല അന്നത്തെ കഴിഞ്ഞ ചാനലുകളിൽ. പക്ഷെ ആ സെറ്റ് ബാക്സ് ഒക്കെ നോക്കിയിട്ടും യുവർ മോട്ടിവേഷൻ വാസ് ഓൾവേസ് ഹൈ. ആ സ്ട്രഗിൾ പീരിയഡ് കൺസിസ്റ്റന്റ് ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൺസിസ്റ്റൻസി ഉള്ള ആളുകള് ഇപ്പം എന്തെത്തി എന്നുള്ളതിലൊന്നും മാറ്റർ ചെയ്യുന്നില്ല. പക്ഷെ അവര് ട്രൂ ആയിട്ട് അവരെ ബിലീവ് ചെയ്യുന്നുണ്ട്. അതിലുപരി തെറ്റ് പറ്റുന്ന തിരുത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ കയറാത്തതെന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കി അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് ചെയ്ത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും അതിലേക്ക് തന്നെ പോവാണ്. അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞോളൂ ഇപ്പൊ അതിന്റെ സക്സസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു അല്ലെ നിന്റെ യൂട്യൂബിലെ വീഡിയോയിൽ തന്നെ കുറച്ച് കാലത്തിനിടയിൽ വളരെ പെട്ടെന്ന് വ്യൂസ് പെട്ടെന്ന് ഗ്രോത്തിലേക്ക് വരുന്നു. അത് ആ ഒരു കൺസിസ്റ്റൻസിന്റെയും ആ ഒരു ഡെഡിക്കേഷന്റെയും മാത്രമാണ്. അതിന്റെ കൂടെ ഇപ്പൊ പാരന്റ്സോട് കൂടെ നിൽക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം. നമ്മൾ ടീച്ചേഴ്സും അതെ നമ്മളും പണ്ട് മുതലേ നമ്മൾ മെന്റർഷിപ്പിൽ ചില സമയങ്ങളിൽ ബാക്കിയുള്ളവർക്ക് മെന്റർഷിപ്പ് എടുക്കുമ്പോൾ ദൈവം എന്നിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. എന്തൊക്കെ കാര്യത്തിൽ കണ്ടന്റ് ചെയ്യണം, പുതിയ കണ്ടന്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെ അതിനുവേണ്ടി ഒരുപാട് എഫോർട്ടും എടുത്തിട്ടുണ്ട് ദൈവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഇതിനെ പോയത് സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോയി അതൊക്കെ വളരെ പ്ലാൻ ചെയ്ത് ആദ്യം ചെയ്തത് ശരിയായില്ല, വീണ്ടും ചെയ്ത് അത്രയും എഫോർട്ട് എടുത്ത് ഒരു കാര്യത്തിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കാര്യമാണെങ്കിലും ഡെഡിക്കേഷനോടെ നമ്മൾ അത് കിട്ടുന്നത് വരെ നമ്മളത് ട്രൈ ചെയ്യണം. അത് ഏത് ഫീൽഡ് ആണെങ്കിലും ഒറ്റ കാര്യം മതി, നമുക്ക് ട്രൂലി ആ ഫീൽഡ് വേണം എന്നുള്ളതാണ്. കാരണം വേറൊരാൾ ഉന്തിത്തള്ളി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 6 മാസം 7 മാസം അതിനകത്ത് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചു കാലം നിൽക്കാൻ പറ്റും. ഇനി നിന്നാലും നമ്മൾ അതിനകത്ത് ഹാപ്പിനെസ് ഉണ്ടാവണമെന്നോ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. പക്ഷെ നമ്മൾ തന്നെ ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഈസി രസമായിരിക്കും. കാരണം നമുക്ക് പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ എപ്പോഴും ലിമിറ്റഡ് ആണ്. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ മാറും, എക്സ്റ്റേണൽ സിറ്റുവേഷൻ കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ ഇന്റേണലി നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എക്സ്റ്റേണലി ഇനി എന്തൊക്കെ സംഭവിച്ചോട്ടെ നമ്മൾ നാളെ രാവിലെ ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, എണീറ്റിട്ട് വരും. എനിക്ക് എപ്പോഴും ഞാൻ പറയും, ഈ സക്സസ് ആയ ആളുകൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാത്ത ആളുകളല്ല. എന്നെ സംബന്ധിച്ചോളം സക്സസ് ആയ ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ സിവിൽ സർവീസിൽ ടോപ്പേഴ്സ് ആവുന്ന കുട്ടികളെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ടോപ്പർ ആവുന്നവരൊക്കെ അവര് പലപ്പോഴും ഗിവ് അപ്പ് ചെയ്ത ആളുകളാണ്. ചിലപ്പോൾ എല്ലാ ദിവസവും അവർ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ ഇല്ല ഒന്നുകൂടി ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ആ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് സക്സസ് നിൽക്കുന്നത് എനി ഫീൽഡ്. ഇവിടെ റീഡിംഗ് റൂം 24/7 നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോഴും അതെ ക്യാമ്പസ് മൊത്തം 24/7. അപ്പം അന്ന് ഉറക്കമുളച്ചിരുന്ന് ഡെഡിക്കേഷനോടുകൂടി ഇരുന്ന കുട്ടികൾക്ക് ഇന്ന് റിസൾട്ട് ഉണ്ട്. സാറിപ്പം റീസെന്റ് ആയിട്ട് വേറെ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കും ഫുൾ ടൈം റീഡിംഗ് റൂമിൽ ആരെന്ന് അവർ ഇരുന്നോണ്ടിരുന്നത്. മെന്റർഷിപ്പ് എടുത്തിട്ടാണെങ്കിലും മെയിൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാണെങ്കിലും എല്ലാം. ഇപ്പൊ അങ്ങനെ തിരിഞ്ഞു ചിന്തിക്കുമ്പോ എല്ലാം നല്ലൊരു എനിക്ക് തന്നെ മെമ്മറി. അതാണ് ഇപ്പൊ പിള്ളേരാണെങ്കിൽ സിവിൽ സർവീസ് അങ്ങനത്തെ ഒരു എക്സാം ആണ്. ഇപ്പൊ എല്ലാവർക്കും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിലോ സെക്കൻഡ് അറ്റംപ്റ്റിലോ കിട്ടണമെന്നില്ല. ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണ്. ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫോർട്ട് വേണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫോർട്ട് വേണം. അതിൽ നിന്ന് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു എഫോർട്ട് വേണം. അത് കോമൺ സെൻസോട് കൂടിയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എഫോർട്ട് വേണം. അപ്പം ഈ ഒരു എഫോർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റുക. അപ്പം ഇന്നത്തെ ഫെയിലിയർ ആക്ച്വലി അതൊരു ഫെയിലിയർ ആണെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എക്സ്റ്റെൻഡിങ് മൈ സക്സസ് ടു നെക്സ്റ്റ് ഇയർ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇന്ന് ഫെയിലിയർ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് സിവിൽ സർവീസിന്റെ പ്രത്യേകത. എന്താണെങ്കിലും എനിക്ക് സന്തോഷം. ഞാനിപ്പോ ഇന്ന് എനിക്ക് ട്രിവാൻഡ്രം വരേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. വന്നപ്പോ പഴയ നൊസ്റ്റാളജിയൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞ വന്ന് കണ്ടിട്ട് വന്നു കരുതി. ബാക്കി സാറുമാരൊക്കെ ഞാൻ ആരോട് പറയാതെ വന്നതുകൊണ്ട് എല്ലാരും എനിക്ക് കാണാൻ പറ്റി. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ബേസിക്കലി നീ വിളിച്ച് പറഞ്ഞില്ലല്ലോ. നേരത്തെ പറയായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ ആകുമ്പോ പൊതുവെ ആകെ ഒരു ദിവസം ലീവ് കിട്ടുന്ന സൺഡേ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ എക്സാമിന്റെ സമയമാണല്ലോ. ഇപ്പം നമ്മൾ ഇനിയിപ്പോ 25th അടുത്ത പ്രിലിംസ് നടക്കാൻ പോവാണ്. അപ്പൊ എക്സാമിന്റെ സമയമാണ്. അപ്പൊ കുട്ടികളെല്ലാരും ആ ഒരു പഠനത്തിന്റെ ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ല, ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് നീ കുറച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓക്കെ, ഏതായാലും വന്നതിലും കണ്ടതിലൊക്കെ ഭയങ്കര സന്തോഷം. കാരണം അതിലൊക്കെ ഉപരി നിന്റെ പാഷനും ഡ്രീമും എന്താന്നുള്ളത് അതേപോലെ തന്നെ ഫോളോ ചെയ്തു പോവാ. അതിലെപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടാവും. എപ്പോഴും വീഡിയോ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അപ്പം അതേപോലെ മുന്നോട്ട് ഇനിയും പോവാ. വലിയൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നങ്ങൾ ഉള്ളിലുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങോട്ട് എത്തണ്ടേന്നുള്ളത്.
അതിന്റെ മുകളിലേക്ക് എത്തട്ടെ എന്ന് അത് ഞാനിപ്പോ പറയുന്നില്ല. ചെന്നിട്ട് കുറച്ചധികം പരിപാടി കുറച്ചും കൂടെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നീ അടുത്ത വർഷം വരും പറഞ്ഞു. വരാം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോട്ടെ. ശരി, അപ്പൊ സാറ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. കാണാം. ശരി, ഈ ക്ലിപ്പിന് ഇത്രയും ലെങ്ത് ഉണ്ടായിട്ടും ഈ ഫുൾ ഫൂട്ടേജ് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ എന്റെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് നല്ല മോട്ടിവേഷൻ ആകും എന്ന് എനിക്ക് തോന്നി. കുറച്ച് ടൈം അക്കാഡമിയിൽ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വിഷ്വലാണ്. ഇതാണ് റീഡിംഗ് റൂം. റീഡിംഗ് റൂം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു. നമ്മളിപ്പോ താമസിക്കുന്നത് ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് വായിച്ച് പഠിക്കാനൊക്കെ ഒരു ഏരിയ കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ഫീസ് അടച്ചുകൊണ്ട് റീഡിംഗ് റൂം നമുക്ക് അക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു സൗണ്ട് ഡിസ്റ്റർബൻസും ഇല്ലാതിരുന്ന് നമുക്ക് സമാധാനത്തോടെ അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ഇറങ്ങുന്നതിന് മുന്നേറ്റ് എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫ്രണ്ട് തേജസ് ആണ്. UPSC നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇവൻ. അങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്ന് ടാറ്റ ബേബി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ന് എല്ലാ ഫാക്കൽറ്റീസും ഇല്ലായിരുന്നു. സൺഡേ ആയതുകൊണ്ട് സർപ്രൈസ് നല്ല രീതിയിൽ വർക്കായില്ല. ആകെ ഉണ്ടായിരുന്ന ബാസി സാറ് മാത്രമായിരുന്നു. എനിക്കറിയായിരുന്നു. പക്ഷെ ഇവിടെ 24/7 പ്രവർത്തിക്കുന്നത് കൊണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. റീഡിംഗ് റൂമിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. സാറുമാര് 1-2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് പേരൊക്കെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പൊ ഇനിയത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗരവിന് കൊണ്ടുപോയി ഈ കൊട പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് ആദ്യമേ കൈമാറണം. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് എവിടുന്നാ? ബാർബിക്യൂ. അപ്പൊ ഇന്ന് നമ്മൾ ബാർബിക്യൂ സ്പേസിലെ മന്തിയാണ് കഴിക്കുന്നത്. ബാർബിക്യൂ ഉണ്ട്, സംസം ഉണ്ട്. ബാർബി മതി. അത് സൗരവിന് കൊടുക്കേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റാ, കൊടയല്ല. കൊട വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. നമ്മൾ രണ്ടുപേരും എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ചേട്ടന്റെ സ്കൂട്ടറിനകത്തോ വണ്ടിക്കകത്തോ എല്ലാം കാണുമായിരിക്കും. ഞാൻ കുടയും കൊണ്ടല്ലേ നടക്കുന്നത് എപ്പോഴും. എന്റെ അടുത്ത് തന്നെ പല ഫ്രണ്ട്സും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നീ എന്തിനാണ് ഈ കടക്കാർക്ക് ഇത്രയും ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത് നിന്റെ വ്ളോഗിലൂടെ എന്ന്. എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ബാർബിക്യൂ സ്പേസിലെ മന്തി എന്ന് പറയുന്നത്. എനിക്ക് പല ഫുഡ് കഴിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. ലൈക്ക് തണുത്ത ഐറ്റംസ്, അല്ലെങ്കിൽ ബീഫ്, മീൻ, ഫിഷ് ഐറ്റംസ്, ഇതൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ചിക്കനും കൂടെ കഴിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എത്രത്തോളം നല്ല നല്ല ടേസ്റ്റ് ആയാണ് ഞാൻ ലൈഫിൽ നിന്ന് മിസ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി മുടി ഒന്ന് പൊക്കി കെട്ടി കേട്ടോ, ഭയങ്കര ചൂട്. സൗരവിനിപ്പം വിളിച്ച്, കൃഷ്ണനെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് സൗരവിന്. സൗരവിൻ്റെ മാമന് വയ്യാഞ്ഞിട്ട് ഇത്തിരി അസുഖമായിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എന്താ അഡ്മിറ്റ്. അപ്പോൾ സൗരവ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു തിരക്കുള്ളതുകൊണ്ട് അവനത് വന്ന് വാങ്ങാൻ പറ്റുമോ കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഒന്നും കൂടെ അവനെ വിളിച്ചു നോക്കാം. അത് അവനിങ്ങോട്ട് വിളിക്കുന്നുണ്ട്, സൗരവ് വിളിക്കുന്നു. ഞാൻ ഒന്ന് കോൾ എടുത്തിട്ട് വരാം. എനിക്ക് സൗരവിന്റെ വീടും സിറ്റി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. ഞാൻ ഫോൺ വിളിച്ച് വെച്ച ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈം കൊണ്ട് നമ്മൾ ബാർബിക്യൂ സ്പേസിൽ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ അവിടെ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു ഇത് റീസെന്റ് ആയിട്ട്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. സുഖമായിട്ടിരിക്കുന്നു മോനെ. അപ്പം കൃഷ്ണ നിനക്ക് തരാൻ വേണ്ടി ഒരു സമ്മാനം എന്റെ തന്നു വിട്ടിട്ടുണ്ട്. എന്താണെന്ന് ഗസ് ചെയ്യാവോ? സപ്പോർട്ടാ? നീ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നാണോ ഉദ്ദേശിച്ചത്? എങ്ങനെ ഡേറ്റില്ലല്ലേ? തലസ്ഥാന നഗരിയിലെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവികൾക്കൊപ്പം അസിസ്റ്റന്റ് രാഹുലിനോടൊപ്പം വഴിപോക്കനായ സൗരവ്. അയ്യോ അങ്ങനെ പറയല്ലേ, നമ്മളുടെ സ്വന്തം സൗരവ്. എടാ അപ്പൊ കൃഷ്ണന്റെ തരാൻ വേണ്ടിട്ട് കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നീ ചിരിക്കരുത് പ്ലീസ്. 2 കൈ നീട്ടി വാങ്ങിക്കാനാണ്. 2 കൈ പറഞ്ഞ പോലെ അവൾ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കൊടുക്കാം. ഓക്കെ പോടാ. ബ്ലോഗിൽ ഇങ്ങനെ കാണിക്കാം. ഓളാ മോനെ. ഈടാ മോനെ. ഞാനല്ലേ? അതെ നീ തന്നെ. അവള് ഒറ്റയ്ക്ക് ചെയ്തതാ? അതെ. പാവത്തിന് അങ്ങനെ വലിയതായിട്ട്, പാവത്തിന് അധികം നന്നായിട്ടൊന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല എന്റെ അനിയത്തിക്ക് ആർട്ട് വർക്ക്. പക്ഷെ കൃഷ്ണ പറഞ്ഞു നിനക്ക് ഹാൻഡ് മെയ്ഡ് സ്റ്റഫ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് വൈ ഷീ ക്രിയേറ്റഡ് ദിസ് ഫോർ യു. കൊള്ളാമോ? ഇതൊരു ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ച് നീ. ഞാൻ എക്സ്പ്രഷൻ ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇത്രേ വരുള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറ, 2 വാക്ക് പറയൂ. ഇഷ്ടായ? അങ്ങോട്ട് നിൽക്കാം. ഭയങ്കര നോയിസ് പൊല്യൂഷൻ. കിടിലം. ഇങ്ങനെ ഇരുന്നോ ഞാൻ? സൗരവ് കൃഷ്ണനെ ഇപ്പൊ നന്ദി പറയാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുക. എന്റെ അനിയത്തി ഫോൺ എടുത്തിട്ട് ഇവരെന്തായാലും നന്ദി പറയാൻ പറ്റത്തില്ല.
ഇന്ന് വിളിച്ചാൽ നാളെ കിട്ടും. സൗരവിനി ഗിഫ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. എന്താണേലും നേരിട്ട് കാണുന്നതിനെക്കാളും വളരെ മനോഹരമായിരുന്നു ഫോണിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് കമന്റ് ഇട്ട് ജാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. സൗരവിനോട് യാത്ര പറഞ്ഞ് ഞാനും രാഹുലും നേരെ പോത്തീസിലേക്കാണ് കേട്ടോ പോയത്. എനിക്ക് വീട്ടിലത്തേക്ക് കുറച്ച് ഓട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ടുണ്ടായിരുന്നു. സൗരവ് നേരെ ഹോസ്പിറ്റലിലേക്കും പോയി. രാത്രി തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനകത്തിരുന്ന് കഴിക്കാനായിട്ട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടോ എന്നാണ് ആദ്യമേ പോയി നോക്കിയത്. പക്ഷെ കട്ട് ഫ്രൂട്ട്സ് ഇല്ലായിരുന്നു. പൈനാപ്പിൾ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മിക്സഡ് കട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു വേണ്ടത്. എനിക്ക് എന്റെ ഇപ്പോൾ ഉള്ള ഫുഡിംഗ് ഹാബിറ്റ് ഒന്ന് ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്ത് പുതിയൊരു സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഫുഡ് കഴിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം മെയിൻ ഇന്റൻഷൻ ബോഡി ഹെൽത്തി ആക്കി വെച്ചുകൊണ്ട് നിറയെ ഫുഡ് കഴിക്കുക. ഇതാണ് എന്റെ ഒരു പ്ലാനിങ്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനിങ് നമുക്ക് ഫ്യൂച്ചർ വ്ളോഗുകളിൽ ഡിസ്കസ് ചെയ്യാമേ. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്നതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇവിടെ റേറ്റ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. തൽക്കാലം നമുക്ക് എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും കുറച്ച് ഐറ്റംസ് മാത്രം പിക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ വലിയ ബില്ലും ആവത്തില്ല. രാഹുൽ ഈ ടൈമിൽ രാഹുലിന്റെ വീട്ടിലത്തേക്കും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു പേസ്ട്രി കേക്കും കൂടെ വാങ്ങിച്ചായിരുന്നേ. ഞാൻ ആദ്യമേ വിചാരിച്ചത് അത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ചുമ്മാ വാങ്ങിച്ചതാണെന്നാണ്. പിന്നാണ് മനസ്സിലായത് എനിക്കുള്ള സർപ്രൈസ് ആയിരുന്നെന്ന്. കുറച്ച് പേരും കൂടെ ആകുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലിയിലേക്ക് നമ്മൾ എത്തും കേട്ടോ. അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഒരു ചെറിയ കേക്ക് മേടിച്ച് സർപ്രൈസ് ആക്കി. താങ്ക് യു. സൗരവും കൂടി ഈ ടൈമിൽ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഒരു സക്സസിന് അവനും വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. നമ്മുടെ മുല്ലക്കച്ചറപ്പിന്റെ ദൂക്കാൻ സർബത്തിന് ശേഷമാണ് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തിരിയെങ്കിലും ഒന്ന് ഇറങ്ങി ചെല്ലുന്നത്. നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എപ്പോഴും ഇത് കൂടെ കാണുമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നാലും വീഡിയോ ഇടുന്നതിലൊക്കെ കുറച്ച് മടിയാണ്. അപ്പൊ എന്നും നമ്മൾ വീഡിയോ ഇടണം കേട്ടോ. എന്നും വീഡിയോ ഇടണം, എങ്കിലേ വ്യൂസ് നമുക്ക് കേറത്തുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഇടുന്നില്ല. ആണ് പക്ഷെ വയ്യായിരുന്നോണ്ടാണ് വീഡിയോ ഇടാത്ത. എന്നാലും വയ്യെങ്കിലും നമ്മൾ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് വെക്കണം. 1-2 വീഡിയോസ് നമ്മൾ എപ്പോഴും സ്പെയർ എടുത്ത് വച്ചേക്കുക. ബാക്കിയെല്ലാം അപ്പൊ നമുക്കിനി 1 മില്യൺ ആയിട്ട് 1 ലാക്ക് ആയിട്ട് അടുത്ത കേക്ക് താങ്ക് യു. കേക്ക് മേടിച്ചാൽ നോക്കി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. താങ്ക് യു സോ മച്ച്. ഇതെല്ലാം വരുന്നു ട്രിവാൻഡ്രത്തെ എൻ്റെ ഒരു കുട്ടി ദിവസം. നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വൈകുന്നേരം 5:30 ഇന്റർസിറ്റിക്കാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെ ആയിരുന്നു ശരണം. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാർ കാണത്തില്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്റെ വിചാരത്തിന് നേരെ വിപരീതമായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ ബൈ ജാൻസ്, ലവ് യു, ടേക്ക് കെയർ.